മനുഷ്യൻ തൻ്റെ ആശയവിനിമയത്തിന് അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകളിലൂടെ വാചകങ്ങളും കണ്ടെത്തിയ കാലമാണ് സമൂഹത്തിൻ്റെ വളർച്ചയുടെ നിർണായക ഘട്ടം. തുടർന്ന് വായനയിലേക്ക് നാം കടന്നത് മനുഷ്യരാശിയുടെ തന്നെ ദിശ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ആധുനിക സമൂഹത്തിൽ യുവത്വം വിപ്ലവത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ദാർശനിക കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയത് വായനയിലൂടെയാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വായനയിലൂടെ മനസ്സിൻ്റെ വേലിക്കെട്ടുകൾ ഓരോന്നായി അഴിക്കുക എന്നതിന് വിപുലമായ ക്യാൻവാസ് ഒരുക്കുകയായിരുന്നു പുസ്തകോത്സവത്തിലൂടെ കേരളത്തിലെ നിയമസഭ. കുട്ടികൾക്കായി പ്രത്യേക സ്റ്റുഡൻസ് കോർണറും മാതൃകാ നിയമസഭയും തെയ്യവും കളരിപ്പയറ്റും സംഗീത സായാഹ്നങ്ങളും പുസ്തക പ്രകാശനങ്ങളും അങ്ങനെ എല്ലാം മേളയ്ക്ക് മികവേകി. അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും ലോകം തുറന്നുകൊണ്ട് 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരശ്ശീല വീണതോടെ നല്ല അനുഭവങ്ങൾക്ക് നന്ദി അർപ്പിച്ച് ഓർമ്മകൾ സഞ്ചിയിലാക്കി മടങ്ങുന്നത് പതിനായിരങ്ങളാണ്. മലയാള ഭാഷയുടെ പരിണാമത്തിലും ഗദ്യത്തിൻ്റെ വളർച്ചയിലും നിയമസഭ വഹിച്ച പങ്ക് വലുതാണെന്ന് എഴുത്തുകാരൻ NS മാധവൻ നിയമസഭാ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം പറഞ്ഞിരുന്നു. അതാണ് ശരി, അതാണ് തുടരുന്നതും. ആശയങ്ങളുടെ വിനിമയത്തിനും അറിവിൻ്റെ ജനാധിപത്യവൽക്കരണത്തിനും വേദിയൊരുക്കുന്ന ഈ അക്ഷരോത്സവം അടുത്ത വട്ടവും വിരുന്നെത്തും. തലസ്ഥാന നഗരി ഹൃദയം കൊണ്ട് പതിവ് പോലെ സ്വീകരിക്കും.